Good afternoon and welcome to Daily News Analysis Session. So ഇന്നത്തെ DNA സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള 4 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ എല്ലാവർക്കും അറിയാം, ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മുടെ വാർത്തകൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് നമ്മുടെ കശ്മീരിലുണ്ടായ ഒരു ടെറർ അറ്റാക്ക്. അതിന്റെയൊക്കെ അതിന്റെ ഒരു ബേസിസിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇന്നലെ കൂടിയ ഒരു എന്താ പറയുക പ്രൈം മിനിസ്റ്ററിന്റെ നേതൃത്വത്തിൽ കൂടിയ ഒരു യോഗത്തിൽ എടുത്ത തീരുമാനമാണ് നമ്മുടെ ഇൻഡസ് വാട്ടർ ട്രീറ്റി തൽക്കാലമായിട്ട് നമ്മൾ പുട്ട് ഓൺ ഹോൾഡ് ചെയ്യാൻ പോവുകയാണ്. താൽക്കാലികമായിട്ട് ഇത് നമ്മൾ മരവിപ്പിക്കാൻ പോകുന്നു ആ ഒരു എഗ്രിമെന്റ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അപ്കമിംഗ് ആയിട്ടുള്ള പ്രിലിംസിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് മാറിയേക്കാവുന്നതാണ്. അതുപോലെ തന്നെ മെയിൻസിനും ഇമ്പോർട്ടന്റ് ആയിട്ട് മാറിയേക്കാവുന്നതാണ് ഈ ഒരു ഇൻഡസ് വാട്ടർ ട്രീറ്റിയെ സംബന്ധിച്ച്. പ്രിലിംസിന്റെ പെർസ്പെക്ടീവ് ഞാൻ പറയാൻ കാരണം, ഈ ഒരു കഴിഞ്ഞൊരു 6-7 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ ഒരു ഇൻഡസ് വാട്ടർ ട്രീറ്റി കമ്മീഷൻ ഉണ്ട്. എവറി 5 years കൂടുമ്പോൾ നമ്മൾ ആ ഒരു കമ്മീഷൻ ഈ പറഞ്ഞ രീതിയിൽ ഇൻഡസ് വാട്ടർ ട്രീറ്റിയുടെ കാര്യങ്ങളൊക്കെ പരിശോധിക്കാനായിട്ടുള്ളതാണ് കമ്മീഷൻ. 5 വർഷം കൂടുമ്പോൾ ഒരു മീറ്റിംഗ് ഒക്കെ നടത്താറുണ്ട്. ഒരു 6-7 മാസങ്ങൾക്ക് മുമ്പായിരുന്നു ഇൻഡസ് വാട്ടർ ട്രീറ്റി കമ്മീഷൻ യോഗം കൂടിയിട്ടുണ്ടായിരുന്നു. വിച്ച് മീൻസ് അതിന്റെ പെർസ്പെക്ടീവിൽ നമുക്ക് വരാൻ പോകുന്ന പ്രിലിംസിനാണെങ്കിലും ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് ഇൻഡസ് വാട്ടർ ട്രീറ്റിയെ പറ്റിയിട്ട്. ഇപ്പോൾ ഉണ്ടായ ഈ ഒരു സാഹചര്യം കൊണ്ടിട്ട് നമുക്ക് പ്രധാനമായിട്ടും പ്രതീക്ഷിക്കാവുന്ന മെയിൻസ് റിലേറ്റഡ് ആയിട്ടും ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് ബോത്ത് പ്രിലിംസിന്റെയും അതുപോലെ തന്നെ മെയിൻസിന്റെയും പെർസ്പെക്ടീവിൽ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മാറിയേക്കാവുന്ന ഒരു ആർട്ടിക്കിളാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ന്യൂസ് പേപ്പറിന്റെ ഹെഡിങ് ഫ്രണ്ട് പേജിലെ ആർട്ടിക്കിളും ഇത് തന്നെയായിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ചർച്ചകൾ അല്ലെങ്കിൽ ബന്ധങ്ങളെ കുറിച്ച് പരാമർശിക്കുന്ന കാരണം ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 ഇന്റർനാഷണൽ റിലേഷൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും ആ ഒരു ടോപ്പിക്കിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് ടോപ്പിക്, ഇന്ത്യ സൗദി എഗ്രി ടു എൻഹാൻസ് സ്റ്റെബിലിറ്റി ഓഫ് ഗ്ലോബൽ ഓയിൽ മാർക്കറ്റ്സ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ സൗദി സന്ദർശിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഈ പറഞ്ഞ രീതിയിൽ അദ്ദേഹത്തിന് ആ ഒരു ഒഫീഷ്യൽ വിസിറ്റ് ഒരു 1 day കട്ട് ഷോട്ട് ചെയ്യേണ്ടി വന്നു. ബിക്കോസ് ഓഫ് ദിസ് കശ്മീർ ടെറർ അറ്റാക്ക് കാരണം ഒരു 1 day അദ്ദേഹത്തിന് കട്ട് ഷോട്ട് ചെയ്തിട്ട് തിരികെ പോരുണ്ടായത്. അപ്പൊ ആ ഒരു വേളയിൽ നമ്മൾ സൗദിയും ഇന്ത്യയും തമ്മിലുള്ള ചർച്ചകളൊക്കെ നടത്തിയതിന്റെ ബേസിസിൽ ഇന്നലെ വന്നൊരു വാർത്തയാണ്, ഒരു ഔട്ട്കം ആണ്. ഇന്ത്യയും സൗദിയും കൂടി ചേർന്നിട്ട് ഈ പറഞ്ഞ ഗ്ലോബൽ ഓയിൽ മാർക്കറ്റിലെ പ്രൈസ് സ്റ്റെബിലിറ്റി നിയന്ത്രിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തും എന്നുള്ള തീരുമാനത്തിലേക്ക് വാർത്ത വന്നിട്ടുണ്ട്. വിച്ച് മീൻസ് അത് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 എക്കണോമിക്സിന്റെ പെർസ്പെക്ടീവ് വരുന്ന ഒരു ആർട്ടിക്കിളാണ്. ദെൻ തേർഡ് ടോപ്പിക്കും തേർഡും ഫോർത്തും കൃത്യമായിട്ട് നമുക്ക് എഡിറ്റോറിയൽ ബേസ്ഡ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. ആൻഡ് തേർഡ് വൺ ഈ പറഞ്ഞ രീതിയിൽ എക്സ്പേർട്സ് സീക്സ് റൈറ്റ് ടു കൂൾ ഫോർ ഇൻഫോർമൽ സെക്ടർ വർക്കേഴ്സ്. എസ്പെഷ്യലി നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും കഴിഞ്ഞ ദിവസം IMD ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് സിവിയർ ആയിട്ടുള്ള ഹീറ്റ് വേവ്സ് കണ്ടീഷൻസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ പറഞ്ഞ പോലെ ചൂട് കാലഘട്ടത്തിൽ നമ്മൾ പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ എസ്പെഷ്യലി ഇൻഫോർമൽ സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ്, ഇൻഫോർമൽ സെക്ടേഴ്സ് വർക്ക് ചെയ്യുന്നവർ ഫേസ് ചെയ്യുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ ചൂട് സമയത്ത് അവർക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ വേജസിൽ താരതമ്യേന ഷോർട്ടേജ് ഉണ്ടാകാനായിട്ടും അതുവഴി അവരുടെ ലിവിംഗ് കണ്ടീഷൻസിനെ അത് ബാധിക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അതിനെതിരായിട്ട് ഈ പറഞ്ഞ രീതിയിൽ എക്സ്പേർട്സ് പറയുന്ന ഒരു കാര്യമാണ് റൈറ്റ് ടു കൂൾ. നമുക്ക് റൈറ്റ് ടു ലൈഫ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടല്ലേ, അല്ലെങ്കിൽ ഇപ്പം ആ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏറ്റവും കൂടുതൽ സുപ്രീം കോടതി ആണെങ്കിലും വിഭാവന ചെയ്തിട്ടുള്ള ഒരു എക്സ്പ്രസ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് റൈറ്റ് ടു ലൈഫ് അണ്ടർ ആർട്ടിക്കിൾ 21. അതിന്റെ കീഴിൽ നമുക്ക് റൈറ്റ് ടു ക്ലീൻ എൻവയോൺമെന്റ് ഒക്കെ തന്നെ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇതിൽ എക്സ്പേർട്സ് പറയുന്ന ഒരു കാര്യമാണ് റൈറ്റ് ടു കൂൾ എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ നടപ്പാക്കാൻ സാധിക്കണം. ഗവൺമെന്റ് പെർസ്പെക്ടീവ്, ഗവേണൻസ് റിലേറ്റഡ് ആയിട്ട് റൈറ്റ് ടു കൂൾ ഫോർ ഇൻഫോർമൽ സെക്ടർ വർക്കേഴ്സും കൂടെ ഗവൺമെന്റ് നടപ്പാക്കണം എന്ന രീതിയിൽ വാർത്ത വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ആവശ്യകത എന്താണെന്നുള്ള കാര്യം നമുക്ക് ആ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ വിശദമായിട്ട് പഠിക്കാം. ദെൻ ഫോർത്ത് ടോപ്പിക് എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിളാണ്. ചാർട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണത്. ഒരു പക്ഷേ നിങ്ങൾ കാണും, പത്രം കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പ്രിലിംസിന് വളരെയധികം പ്രാധാന്യം അർഹിക്കാവുന്ന ഒരു പോയിന്റ് ആണ്. ബിക്കോസ് എയർ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. എയർ പൊല്യൂഷൻ ഇന്ത്യ വേറെ ഡസ് ഇറ്റ് കംസ് ഫ്രം. നമ്മുടെ ഓരോ തരത്തിലുള്ള എയർ പൊല്യൂഷൻ പാർട്ടിക്കിൾസും, മീഥെയിൻ എമിഷൻ ആണെങ്കിലും അല്ലെങ്കിൽ കാർബൺ എമിഷൻസ്, സൾഫർ എമിഷൻസ്, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ഗ്യാസ് എമിഷൻസ് കൂടുതലായിട്ടും ഏതൊക്കെ മേഖലയിൽ നിന്നാണ് വരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ആ ഒരു ആർട്ടിക്കിളിൽ നിന്ന് പഠിച്ചെടുക്കാം. അത് എൻവയോൺമെന്റ് പെർസ്പെക്ടീവ് ആയിട്ട് പിന്നെ ആർട്ടിക്കിളാണ്. ഫിഫ്ത്ത് ടോപ്പിക്ക് നമ്മുടെ അപ്കമിംഗ് ആയിട്ടുള്ള പ്രിലിംസിനെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ നടത്തുന്ന ഒരു ടോപ്പിക്കാണ്, അതിലെ സീരീസ് ആണ് മാപ്പിംഗ് സീരീസ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു മാപ്പിംഗ് സീരീസിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്യാൻ പോകുന്ന സ്ട്രേറ്റ് ഓഫ് മെഗലൻ ആണ്. അപ്പൊ മെഗലൻ സ്ട്രേറ്റ് എവിടെയാണ്, ഏതൊക്കെ ഈ പറഞ്ഞ ഓഷ്യൻസിനെയാണ് അത് കണക്ട് ചെയ്യുന്ന, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് തുടങ്ങിയതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും അവിടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. സോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ DNA സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ വി ക്യാൻ സ്റ്റാർട്ട് ദ ഫസ്റ്റ് ടോപ്പിക്. സോ ഇൻഡസ് ട്രീറ്റി വിത്ത് പാകിസ്ഥാൻ പുട്ട് ഓൺ ഹോൾഡ് എന്നുള്ളതാണ് ആർട്ടിക്കൽ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ പറ്റുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞു പ്രധാനമായിട്ട് നമുക്ക് പ്രിലിംസിനും മെയിൻസിനും ഇമ്പോർട്ടന്റ് ആയിട്ട് മാറിയേക്കാവുന്നതാണ് ഈ ഒരു ടോപ്പിക്ക്. അതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ ഞാൻ ഇവിടെ ഇൻഡസ് ആ ഒരു റിവേഴ്സസിന്റെ മാപ്പ് ബേസിക്കലി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഇൻഡസും അതുപോലെ തന്നെ ഇൻഡസിന്റെ ട്രിബ്യൂട്ടറീസും, പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസും നിങ്ങൾക്ക് ഇവിടെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ ഇൻഡസ് നോക്കുവാണെങ്കിൽ, പ്രധാന രീതിയിൽ നോക്കുവാണെങ്കിൽ ജസ്റ്റ് ഇൻഡസിന്റെ മാപ്പിംഗ് ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചു തരാം. ഇവിടെ ഉണ്ട്, ഓൾറെഡി നിങ്ങൾക്ക് കാണാം. എന്നാലും കുറച്ചുകൂടി ഐഡന്റിഫൈ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് സോ ഇവിടെ ഇൻഡസ് റിവേഴ്സസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പൊ പറയുവാണെങ്കിൽ അത് ഇന്ത്യയിലൂടെയും പാകിസ്ഥാനിലൂടെയും ഒഴുകുന്ന നദിയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ പറയുവാണെങ്കിൽ ഇൻഡസ് നദിക്ക് ഏകദേശം അപ്രോക്സിമേറ്റ്ലി 3000 കിലോമീറ്ററോളം ലെങ്ത് ഉണ്ട്. പക്ഷെ അതിന്റെ നല്ലൊരു പങ്കും അല്ലെങ്കിൽ നല്ലൊരു ബഹുഭൂരിപക്ഷവും ഭാഗവും ഈ ഇൻഡസ് നദി ഒഴുകുന്നത് പാകിസ്ഥാനിലൂടെയാണെന്നുള്ള കാര്യം ഓർക്കുക. ഇന്ത്യയിലൂടെ ശരാശരി ഒരു അപ്രോക്സിമേറ്റ്ലി 800 കിലോമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ഇൻഡസ് നദിയുടെ 800 കിലോമീറ്റർ ഔട്ട് ഓഫ് 3000 കിലോമീറ്റേഴ്സ് ഓൺലി 800 കിലോമീറ്റേഴ്സ് മാത്രമാണ് ഇന്ത്യയിലൂടെ ഒഴുകുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ബാക്കി ഏകദേശം നല്ലൊരു ഭാഗവും പാകിസ്ഥാനിലൂടെയാണ് ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട നീളം കൂടിയ
നദി എന്നുള്ള പേരിലൊക്കെ തന്നെ ഇൻഡസ് നദിയെ അറിയപ്പെടുന്നുള്ള കാര്യം ഓർക്കുക. ലാസ്റ്റ് ഇൻഡസ് നദി എന്ന് പതിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ എൻഡ് ചെയ്യുന്നത് അറേബ്യൻ സീയിലാണെന്നുള്ള കാര്യം ഓർക്കാം. നമ്മുടെ ഹിമാലയൻ റിവർ സിസ്റ്റം നമ്മൾ പഠിക്കുന്നതാണ്. പ്രധാനമായിട്ടും 3 ഹിമാലയൻ റിവർ സിസ്റ്റംസ് ആണ് നമുക്കുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് ഇൻഡസ് റിവർ, രണ്ടാമത് ഗംഗയുണ്ട്, പിന്നെ ബ്രഹ്മപുത്രയുണ്ട്. ഇതിൽ ഈ 3 റിവേഴ്സിനകത്ത് അറബിക്കടലിലേക്ക് അറേബ്യൻ സീയിലേക്ക് ചെന്ന് പതിക്കുന്നത് ഇൻഡസ് റിവർ മാത്രം എന്നുള്ള കാര്യം ഓർക്കുക. ബാക്കി ഗംഗ ആയാലും ബ്രഹ്മപുത്ര ആയാലും നമ്മുടെ ബേ ഓഫ് ബംഗാളിലേക്കാണ് അത് ഫ്ലോ ചെയ്യുന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചേക്കാം. ഇവിടെ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. ഇൻഡസ് റിവർ ഞാൻ പറഞ്ഞു പ്രധാനമായിട്ട് ഇന്ത്യയിലൂടെയും പാകിസ്ഥാനിലൂടെയാണ് ഒഴുകുന്നത് എന്ന് പറയുമ്പോൾ പോലും ഇതിന്റെ ഉത്ഭവം ഇന്ത്യയിലല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇൻഡസ് റിവറിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഏകദേശം ടിബറ്റൻ പ്ലാറ്റ്യൂവിലാണ്. അപ്പൊ ടിബറ്റൻ പ്ലാറ്റ്യൂ കേന്ദ്രീകരിച്ചാണ് അതിന്റെ ഉത്ഭവം എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അവിടെ നിന്നുമാണ് പിന്നീട് ഒഴുകി ഈ പറഞ്ഞ രീതിയിൽ നോർത്ത് വെസ്റ്റിലേക്ക് ഒഴുകി പിന്നീട് ഈ പറഞ്ഞ രീതിയിൽ ഇന്ത്യയിലേക്ക് പ്രവേശിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് പാകിസ്ഥാനിലൂടെ പ്രവേശിച്ച് ഒഴുകി ലാസ്റ്റ് അറബിക്കടലിലേക്ക് അറേബ്യൻ സീയിലേക്ക് ചെന്ന് പതിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ പ്രധാനപ്പെട്ട ഇൻഡസിന്റെ ട്രിബ്യൂട്ടറീസ്, കൈവരികൾ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും, അല്ലെങ്കിൽ ട്രിബ്യൂട്ടറീസ്, ആ ട്രിബ്യൂട്ടറീസ് ആയിട്ട് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ജലമുണ്ട്, ഈ പറഞ്ഞ ചെനാബ്, രവി, സത്ലജ്. ഈ നദികളെല്ലാം ഈ നദികൾ എന്ന് പറയുമ്പോൾ അതിൽ ജലവും ചെനാബും രവിയും കൂടെ ചേർന്നിട്ട് മുൾട്ടാൻ വെച്ചിട്ട് ഈ പറഞ്ഞ രീതിയിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. ജോയിൻ ചെയ്തിട്ട് അവിടെ നിന്ന് ഒറ്റ നദിയായിട്ട് ചെനാബായിട്ട് ഒഴുകുന്നു. അത് പിന്നീട് സത്ലജുമായിട്ട് ചേർന്ന് പിന്നീട് ഇൻഡസ് എന്നുള്ള ഒറ്റ നദിയുമായിട്ടാണ് ഇത് ഒഴുകി ലാസ്റ്റ് അറബിക്കടലിലേക്ക് ചെന്ന് പതിക്കുന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട നദികൾ ചേർന്നിട്ടാണ് ഇൻഡസ് റിവർ സിസ്റ്റം എന്നുള്ള പേരിലേക്ക് അറിയപ്പെടുന്നത്. അതിൽ ഇൻഡസ് ഉണ്ട്, ജലം, ചെനാബ്, രവി, സത്ലജ് എന്നുള്ള ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഇത്രയും 6 നദികളാണ് പ്രധാനമായിട്ടും ഇൻഡസ് റിവർ സിസ്റ്റം എന്നുള്ള പേരിലേക്ക് അറിയപ്പെടുന്നത്. ഇതിൽ ഒരു കാര്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് അപ്പൊ ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്താന്നുള്ള കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഏകദേശം 1960s ഈ ഒരു ട്രീറ്റി സൈൻ ചെയ്യപ്പെടുന്നത്. അതായത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 രാജ്യങ്ങൾ തമ്മിലുള്ള ചർച്ചകൾ നടക്കുകയുണ്ടായി. കാരണം ഈ നദി ഉത്ഭവിക്കുന്നത് ഇൻഡസ് ആണ് പ്രധാനപ്പെട്ട പാകിസ്ഥാനിലെ നദി എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായിരുന്നു. അപ്പൊ ഈ നദി പറഞ്ഞ രീതിയിൽ ഒരു ലൈഫ് ലൈൻ ആണ്, പാകിസ്ഥാനിലെ ലൈഫ് ലൈൻ ആണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്നും ഈ വെള്ളം അങ്ങോട്ടേക്ക് ഒഴുകി എത്തണം. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ വെള്ളം ഈ പറഞ്ഞ രീതിയിൽ അവർക്ക് കിട്ടുന്നതിന്റെ ഭാഗമായിട്ട് തമ്മിൽ ചർച്ചകൾ നടത്തി. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ചർച്ചകൾ നടത്തി. അത് ശരിക്കും പറഞ്ഞാൽ മീഡിയേഷൻസ് നടത്തിയത് വേൾഡ് ബാങ്ക് എന്നുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കണം. വേൾഡ് ബാങ്ക് ആണ് മീഡിയേഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അന്ന് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അപ്പൊ ഇവർ തമ്മിലുണ്ടായ ഈ നെഗോഷിയേഷൻസിന്റെ ഒക്കെ തന്നെ ഭാഗമായിട്ട് ഉരുത്തിരിഞ്ഞു വന്നതാണ് ഇൻഡസ് റിവർ സിസ്റ്റം ട്രീറ്റി എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്ന് നമ്മൾ അറിയപ്പെടുന്ന ട്രീറ്റി. ട്രീറ്റി എന്ന് പറഞ്ഞ എഗ്രിമെന്റ് എന്നാണ് വേണമെങ്കിൽ ഉദ്ദേശിക്കാം. അപ്പൊ ഇവിടെ ഈ ഒരു ട്രീറ്റി പ്രകാരം നമ്മൾ ഞാനിപ്പം പറഞ്ഞിരുന്നല്ലോ ഇൻഡസ് റിവർ സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട നദികൾ ഇൻഡസ് ഉണ്ട്, ദെൻ ജലം, ചെനാബ്, രവി, സത്ലജ്. ഇതില് വെസ്റ്റേൺ മോസ്റ്റ് ആയിട്ടുള്ള 3 നദികൾ, വെസ്റ്റേൺ മോസ്റ്റ് 3 നദികൾ എന്ന് പറയുമ്പോഴേക്കും പ്രധാനപ്പെട്ട ഇൻഡസ്, അതുപോലെ ജലം ആൻഡ് ചെനാബ്, ഈ 3 നദികളുടെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ അവയെ പൂർണ്ണ രീതിയിൽ ഉപയോഗിക്കാനായിട്ടുള്ള അനുവാദം നമ്മൾ കൊടുത്തിരിക്കുന്നത് പാകിസ്ഥാനാണ്. ഈ 3 നദികളിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ അവകാശം ഇന്ത്യക്ക് ലിമിറ്റഡ് ആണെന്നുള്ള കാര്യം ഓർക്കുക. ഇന്ത്യക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നില്ല. ഇന്ത്യക്ക് ഈ 3 നദികൾ, അതായത് ഇൻഡസ്, ജലം, ചെനാബ്, ഈ 3 നദികളിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ ഉപയോഗം ഇന്ത്യക്ക് ലിമിറ്റഡ് ആണ്. വിച്ച് മീൻസ് നമുക്ക് കൺസംഷൻ പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമുക്ക് നോൺ കൺസംഷൻ പർപ്പസസ് ലൈക്ക് ഇറിഗേഷൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ആക്ടിവിറ്റീസിന് വേണ്ടി നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാം. അതിനും ഓരോരോ എഗ്രിമെന്റ്സ് ഉണ്ട്. മീൻസ് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ആ രീതിയിൽ ഇന്ത്യക്ക് ഉപയോഗിക്കാം. അതിന്റെ പൂർണ്ണമായി ശരിക്കും പറഞ്ഞാൽ ഈ 3 നദികൾ ഇൻഡസ്, ജലം, ചെനാബ്, ഈ 3 നദികളുടെ വെള്ളത്തിന്റെ പൂർണ്ണ അവകാശം ആർക്കായിട്ടാണ് പറയപ്പെടുന്നത്? പാകിസ്ഥാനായിട്ടാണ് പറയപ്പെടുന്നത്. നേരെ തിരിച്ച് ബാക്കി 3 നദികൾ എന്ന് പറയുമ്പോഴേക്കും രവിയും സത്ലജും ബിയാസും കേട്ടോ. രവി, സത്ലജ് ആൻഡ് ബിയാസ് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. രവി, സത്ലജ്, ബിയാസ്, ഈ 3 നദികളിലൂടെ ഒഴുകുന്ന വെള്ളം പൂർണ്ണമായിട്ട് ആർക്ക് ഉപയോഗിക്കാം? ഇന്ത്യക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇൻഡസ് വാട്ടർ ട്രീറ്റി പ്രകാരം നമ്മൾ ഈ 6 നദികൾ, അതായത് ഇൻഡസ്, ജലം, ചെനാബ്, രവി, സത്ലജ്, ബിയാസ്, ഈ 6 നദികളെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. അതിൽ വെസ്റ്റേൺ മോസ്റ്റ് ആയിട്ട് ഒഴുകുന്ന ഈ 3 നദികൾ, അതായത് ഇൻഡസ്, ജലം, ചെനാബ്, ഈ 3 നദികളിലൂടെ വെള്ളത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അല്ലെങ്കിൽ പൂർണ്ണ അവകാശം എന്ന് പറയുന്ന രീതിയിൽ ആർക്ക് കൊടുത്തു? പാകിസ്ഥാന് കൊടുത്തു. ഇന്ത്യക്ക് ഉപയോഗിക്കാം, ബട്ട് ലിമിറ്റഡ് രീതിയിൽ മാത്രമേ ഇന്ത്യക്ക് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നേരെ തിരിച്ച് രവി, സത്ലജ്, ബിയാസ്, ഈ 3 നദികളിലെ വെള്ളം പൂർണ്ണമായിട്ട് ആർക്ക് ഉപയോഗിക്കാം? ഇന്ത്യക്ക് ഉപയോഗിക്കാം. ഇതായിരുന്നു ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്നുള്ള കാര്യം ഓർക്കാം. ഈ ട്രീറ്റിക്കാണ് ഇപ്പൊ നമ്മൾ ഹോൾഡ് ചെയ്യാൻ പോകുന്നത്. വിച്ച് മീൻസ് ഇനി ഒരു പക്ഷേ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഇത്ര നാൾ ആ ട്രീറ്റി ഉണ്ടായിരുന്നതുകൊണ്ടാണല്ലോ ഇൻഡസ്, ജലം, ചെനാബ് എന്നുള്ള നദികളിലെ വെള്ളം ഇന്ത്യ ലിമിറ്റഡ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇനി മുതൽ ഇതിന്റെ ഭാവി എങ്ങനെയാകും എന്നുള്ള കാര്യം അടുത്ത ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും വാർത്തകളിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നതാണ്. സോ എനിവേ ഇൻഡസ് റിവർ സിസ്റ്റത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ബിക്കോസ് പ്രിലിംസിനൊക്കെ ചിലപ്പോൾ ഇതായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. എനിവേ ഇൻഡസ് റിവർ സിസ്റ്റം ഒറിജിനേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു ടിബറ്റൻ പ്ലാറ്റ്യൂവിലാണ് ഒറിജിനേറ്റ് ചെയ്യപ്പെടുന്നത്. ടിബറ്റിൽ ഒറിജിനേറ്റ് ചെയ്യപ്പെടുന്നു ഇൻഡസ് റിവർ സിസ്റ്റം ആൻഡ് ഇറ്റ്സ് ന്യൂമറസ് ട്രിബ്യൂട്ടറീസ് ഫ്ലോ ത്രൂ ദ വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യൻ സബ്കോണ്ടിനെന്റ് കാർവിംഗ് ഡീപ് ഗോർജസ് ആൻഡ് സസ്റ്റൈനിങ് ഡൈവേഴ്സ് എക്കോസിസ്റ്റംസ് അലോങ് ഇറ്റ്സ് കോസ്റ്റ് ആണ്. ഓൾറെഡി നമ്മൾ ഇൻഡസിന്റെ ആ ഒരു ട്രിബ്യൂട്ടറീസിന്റെ കാര്യമൊക്കെ തന്നെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ദെൻ ഒറിജിനേറ്റ് ചെയ്യുന്ന ബൊക്കാർച്ചു ഗ്ലേഷ്യർ ആണ്. നിയർ ബൊക്കാർച്ചു ഗ്ലേഷ്യർ ഇൻ ടിബറ്റൻ റീജിയൻ, നിയർ ദ കൈലാഷ് മൗണ്ടൻ റേഞ്ച്, നിയർ ദ മാരസഡോർ ലേക്കിലാണ് ഇത് സമീപത്തായിട്ടാണ് ഉത്ഭവിക്കുന്നത്. ദെൻ ടിബറ്റൻ പ്രദേശത്ത് ഉത്ഭവിച്ച് അവിടുന്ന് നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ, നോർത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുവാണെങ്കിൽ ഇത് നോർത്ത്,
വെസ്റ്റ് ആൻഡ് ദിസ് ഇസ് ഈസ്റ്റ് ആൻഡ് സൗത്ത്. ഇപ്പൊ നോർത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഡയറക്ഷൻ കണ്ടോ, ഇവിടെ ഉത്ഭവിച്ച് ആ ഒരു നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിലേക്കാണ് ഇൻഡസ് ഒഴുകുന്നത്. ആ ഒഴുകുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ ലഡാക്കിൽ വെച്ചിട്ടാണ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന പ്ലേസ് കോൾ ഡെംചോക്ക്. ഓക്കെ, ലഡാക്കിലെ ഒരു പ്ലേസ് കോൾ ഡെംചോക്കിൽ വെച്ചിട്ടാണ് ഇന്ത്യയിലേക്ക് ഇൻഡസ് റിവർ പ്രവേശിക്കുന്നത്. അവിടുന്ന് പിന്നീട് ഈ പറഞ്ഞ കാരക്കോറം ലഡാക്ക് റേഞ്ചസിലൂടെ ഒഴുകി പിന്നീട് ഈ പറഞ്ഞ രീതിയിൽ പാകിസ്ഥാനിലൂടെ എൻ്റർ ചെയ്ത് അത് ലാസ്റ്റ് അറബിക്കടലിലേക്ക് എന്ന് പതിക്കാന്നുള്ള കാര്യം ഓർക്കുക. ടിബറ്റിൽ ഇറ്റ് ഇസ് നോൺ ആസ് സിംഗി കമ്പം. സിംഗി കമ്പം എന്നറിയപ്പെടുന്നത്, ടിബറ്റിൽ സിംഗി കമ്പം എന്നറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ ഇൻഡസ് നദി തന്നെയാണ്. സിംഗി കമ്പം എന്ന് പറഞ്ഞാൽ ലയൺസ് മൗത്ത് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഇത് ഇൻഡസ് റിവർ എന്ന് പറഞ്ഞാൽ ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു റിവർ സിസ്റ്റം കൂടിയാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കണം. പിന്നെ അതേപോലെ തന്നെ ഹിമാലയം ശരിക്കും പറഞ്ഞാൽ രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ, ഹിമാലയം രൂപപ്പെടുന്ന നമുക്കറിയാം ഇന്ത്യൻ സബ് കോണ്ടിനെന്റും അതുപോലെ തന്നെ യൂറോപ്പും കൂടെ ചേർന്ന് ഈ പറഞ്ഞ കൊളൈഡ് ചെയ്യുന്ന ഭാഗമായിട്ടാണ് ഫോൾട്ട് മൗണ്ടൻസ് ആയി ഹിമാലയസ് രൂപപ്പെടുന്നത്. ആ ഹിമാലയസ് രൂപപ്പെടുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന നദികളിലൊന്നാണ് ഇൻഡസ് എന്നുള്ള കാര്യം ഓർക്കുക. അതുകൊണ്ടാണ് ഇൻഡസിനെ ട്രാൻസ് ഹിമാലയൻ റിവർ സിസ്റ്റം എന്നുള്ള പേരിലും അറിയപ്പെടുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, സോ ദെൻ ഇൻഡസ് വാട്ടർ ട്രീറ്റിയുടെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ജസ്റ്റ് പറഞ്ഞുതരാം ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. 1960 സെപ്റ്റംബർ 19 സൈൻ ചെയ്തത് ബിറ്റ്വീൻ ഇന്ത്യ, പാകിസ്ഥാൻ ആൻഡ് റെപ്രസെന്റേറ്റീവ് ഓഫ് വേൾഡ് ബാങ്ക് ആഫ്റ്റർ 8 years ഓഫ് നെഗോസിയേഷൻസിന് ശേഷമാണ് ഈ ട്രീറ്റി സൈൻ ചെയ്യപ്പെടുന്നുള്ള കാര്യം ഓർക്കാം. ഈ ട്രീറ്റി പ്രകാരം നമ്മളിവിടെ നേരത്തെ പറഞ്ഞിരുന്നു വെസ്റ്റേൺ മോസ്റ്റ് ആയിട്ടുള്ള 3 നദികൾ ജലം, ചെനാബ് ആൻഡ് ഇൻഡസ്, ആ 3 നദികളിലെ വെള്ളത്തിന് പൂർണ്ണമായിട്ടുള്ള അവകാശം ആർക്ക് കൊടുത്തിരിക്കുകയാണ്? പാകിസ്ഥാനാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യക്ക് സർട്ടൺ ലിമിറ്റഡ് ആയിട്ടുള്ള അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ലൈക്ക് സെറ്റിംഗ് അപ്പ് സർട്ടൺ ഇറിഗേഷൻ ഫെസിലിറ്റീസ് നമുക്ക് സെറ്റപ്പ് ചെയ്യാം, റൺ ഓഫ് റിവർ പവർ പ്ലാന്റ്സ് സെറ്റപ്പ് ചെയ്യാം, വെരി ലിമിറ്റഡ് ആയിട്ടുള്ള രീതിയിൽ സ്റ്റോറേജ്, ഡൊമസ്റ്റിക് ആൻഡ് നോൺ കൺസെപ്റ്റ് യൂസസിന് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓൾ സബ്ജക്ട് ടു കണ്ടീഷൻസ് പ്രകാരം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഈസ്റ്റേൺ റിവേഴ്സ് ആയ സത്ലജ്, ബിയാസ്, രവി ഇവിടങ്ങളിൽ പൂർണ്ണമായിട്ടുള്ള റൈറ്റ്സ് ആർക്ക് കൊടുത്തു? ഇന്ത്യക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓൾ എക്സ്ക്ലൂസീവ് റൈറ്റ്സ് ലൈ വിത്ത് ഇന്ത്യയാണ്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ മോണിറ്റർ ചെയ്യാനായിട്ട് ഒരു ഇൻഡസ് വാട്ടർ കമ്മീഷനും കൂടി ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. വൺസ് എവറി 5 years ദിസ് കമ്മീഷൻ കണ്ടക്ട്സ് ജനറൽ ഇൻസ്പെക്ഷൻ ഓഫ് ഓൾ റിവേഴ്സ് ഇൻ ഇറ്റ്സ് പാർട്സ്. ഇതിൽ പറയുന്ന ട്രീറ്റിയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ അതേപടി നടക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ 5 വർഷം കൂടുമ്പോൾ ഇൻഡസ് വാട്ടർ കമ്മീഷൻ പരിശോധന നടന്നുള്ള കാര്യം ഓർക്കുക. ഞാൻ പറഞ്ഞു കഴിഞ്ഞ വർഷം ഇന്റർ വാട്ടർ കമ്മീഷൻ വാർത്തയിൽ ഉണ്ടായിരുന്നു, വിച്ച് മീൻസ് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വേണമെങ്കിൽ അപ്കമിംഗ് പ്രിലിംസിന് ഈ ഒരു പോയിന്റിൽ ചോദ്യം ചോദിക്കാവുന്നതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ആണ് നമുക്ക് ആ ഒരു ഇൻഡസ് വാട്ടർ ട്രീറ്റിയുമായിട്ട് നമുക്ക് പഠിച്ചിരിക്കേണ്ട, എക്സാം റിലേറ്റഡ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യം കൃത്യമായിട്ട് ഓർക്കാം. ദെൻ മൂവിംഗ് ഓൺ ടു സെക്കൻഡ് ആർട്ടിക്കിൾ, ഇന്ത്യ സൗദി എഗ്രി ടു എൻഹാൻസ് സ്റ്റെബിലിറ്റി ഓഫ് ഗ്ലോബൽ ഓയിൽ മാർക്കറ്റ്സ്. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ കൃത്യമായിട്ട് പഠിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. അപ്പം ഓയിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ. ഇന്ത്യ പ്രധാനമായിട്ടും ട്രേഡ് നടത്തും. ഞാൻ ആ ഒരു മാപ്പിലേക്ക് തിരിച്ചു വരാം, ജസ്റ്റ് ഈ ഒരു കാര്യം സൂചിപ്പിച്ചതിന് ശേഷം. സോ ഇന്ത്യ പ്രധാനമായിട്ടും ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. കാരണം നമ്മുടെ ഇവിടെ ഓയിൽ ഉത്പാദിപ്പിക്കുന്നുണ്ട്, നമ്മൾ എക്സ്പ്ലോർ ചെയ്തെടുക്കുന്നുണ്ട്. എന്നാൽ കൂടിയും നമ്മൾ ബഹുഭൂരിപക്ഷം നമ്മൾ ഉപയോഗം ഇറക്കുമതിയിലൂടെയാണ്, ഇമ്പോർട്ടിലൂടെയാണ് നമ്മൾ കഴിഞ്ഞു കൊടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട വസ്തുക്കളിൽ ഒരെണ്ണം കൂടിയാണ് നമ്മുടെ പെട്രോളിയം അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ എന്നുള്ള കാര്യം ഓർക്കുക. ഈ ക്രൂഡ് ഓയിൽ ഇന്ത്യ പ്രധാനമായിട്ടും ഇറക്കുമതി രാജ്യങ്ങളുടെ ലിസ്റ്റ് അറ്റ്ലീസ്റ്റ് ടോപ്പ് 3 എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ബിക്കോസ് പ്രിലിംസിനൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ആൻസേഴ്സ് ആയിട്ട് മാറിയേക്കാം. ഇവിടെ നോക്കുവാണെങ്കിൽ റഷ്യയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫസ്റ്റ് പൊസിഷനിൽ ഇപ്പൊ നിൽക്കുന്നത്. പിന്നെ ഇറാഖും സൗദി അറേബ്യയാണ്. സൗദി എന്ന് പറയുന്നത് ടോപ്പ് 3-ൽ 3rd കൺട്രി എന്നുള്ള കാര്യം നോക്കാം. ഒരു വർഷങ്ങൾക്ക് മുമ്പ് വരെ ശരിക്കും പറഞ്ഞാൽ റഷ്യ ഈ പിക്ചറിലായിരുന്നില്ല. റഷ്യക്ക് മുമ്പ് ഇറാഖ് ആയിരുന്നു, അതിന്റെ ഇറാഖും സൗദിയൊക്കെ ആയിരുന്നു 1ഉം 2ഉം സ്ഥാനങ്ങളിലൊക്കെ നിന്നുകൊണ്ടിരുന്നത്. പിന്നീട് ഇപ്പം റഷ്യക്കെതിരായിട്ട് ഈ പറഞ്ഞ രീതിയിൽ അമേരിക്ക സാങ്ഷൻസ് ഒക്കെ ഈടാക്കിയ സമയത്ത് നമുക്ക് ഇന്ത്യക്ക് വളരെ വില കുറഞ്ഞ രീതിയിൽ ഈ പറഞ്ഞ രീതിയിൽ ഓയിൽ റഷ്യ തരുന്നൊരു ഒരു നടപടി ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു ചീപ്പായിട്ടുള്ള ഓയിൽ കൂടുതലായിട്ട് നമുക്ക് ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇറക്കുമതി കൂടുതൽ റഷ്യയിൽ നിന്ന് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് റഷ്യ ഇപ്പോൾ 1ാം സ്ഥാനത്തേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നത്. എന്നാലും ഓർത്തിരിക്കുക, ടോപ്പ് 3-ക്ക് അത് റഷ്യ, ഇറാഖ്, സൗദി അറേബ്യ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് UAE-യും US-ഉം ആണ് വരുന്നുള്ള കാര്യം. US-ന്റെ ഭാഗത്ത് ഷെയിൽ ഗ്യാസ് ഒക്കെ പ്രധാനമായിട്ട് അവർ ഉത്പാദിപ്പിക്കുന്നവരാണ്. സോ അതൊക്കെ ഒന്ന് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് ഒന്ന് അറിഞ്ഞിരിക്കുകയാണ്. ടോപ്പ് 5 ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ എപ്പോഴും നല്ലതായിരിക്കും. ബിക്കോസ് ചിലപ്പോൾ ഒരു ഓപ്ഷൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ഇത് സഹായിച്ചേക്കാം. ഓക്കെ, ശരി. ദെൻ മൂവിംഗ് ഓൺ, നമുക്ക് ആ ഒരു സൗദി അറേബ്യയുടെ മാപ്പ് ഒന്ന് പഠിക്കണം. ബിക്കോസ് IR ആണ് ഇന്റർനാഷണൽ റിലേഷൻസിന്റെ പെർസ്പെക്റ്റീവിനകത്തുണ്ട്, എക്കണോമിക്സ് ഉണ്ട്. IR ഉള്ളത് കൊണ്ട് തന്നെ സൗദിയുടെ ഒക്കെ നെയ്ബറിംഗ് കൺട്രീസ് ഒക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ബിക്കോസ് പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പൊ സൗദിയുടെ നെയ്ബറിംഗ് കൺട്രീസ് നമ്മൾ നോക്കുവാണെങ്കിൽ യമൻ ഉണ്ട്, ദെൻ ഒമാൻ, UAE, ദെൻ ഖത്തർ, ദെൻ ഇറാഖ് ആൻഡ് ജോർദാൻ. ഇത്രയും രാജ്യങ്ങളുമായിട്ട് സൗദി അതിർത്തി പങ്കിടുന്നുണ്ട്. നോക്കുവാണെങ്കിൽ മാരിടൈം ബോർഡർ ഉണ്ട് അല്ലെ, മാരിടൈം ബോർഡറും ഈ പറഞ്ഞ രീതിയിൽ സൗദിക്കുണ്ട്. റെഡ് സീ പ്രധാനപ്പെട്ട കടൽ മേഖലയാണ് റെഡ് സീ. പലപ്പോഴും പരീക്ഷകൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഏരിയ കൂടിയാണ് റെഡ് സീ. സ്യൂസ് കനാൽ ഒക്കെ ഇതിന്റെ ഭാഗമാണ്. സോ അവിടെ റെഡ് സീയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യം
കൂടിയാണ് സൗദി അറേബ്യ. ദെൻ അറേബ്യൻ സീയായിട്ട് നേരിട്ട് ഈ പറഞ്ഞ രീതിയിൽ ബന്ധമില്ല. പകരം ഈ പറഞ്ഞ പോലെ അറേബ്യൻ സീയുടെ ഒരു ഭാഗം എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഗൾഫ് ഓഫ് ഒമാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പേർഷ്യൻ ഗൾഫിലേക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് സൗദി അറേബ്യക്ക് ഓപ്പൺനെസ് ഉണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വെച്ച് കേട്ടോ. അപ്പം അറബിക്കടലുമായിട്ട് നേരിട്ട് ഈ പറഞ്ഞ പോലെ ബന്ധമില്ല. ഇൻഡയറക്ട്ലി വേണമെങ്കിൽ പറയുവാണെങ്കിൽ പേർഷ്യൻ ഗൾഫ് വഴി, ഗൾഫ് ഓഫ് ഒമാൻ ഒക്കെ വഴി, പേർഷ്യൻ ഗൾഫ് വഴി വേണമെങ്കിൽ ഒരു ലിങ്കേജ് ഉണ്ടെന്നുള്ള കാര്യം സൂചിപ്പിക്കാൻ പറ്റും. ഡയറക്റ്റ് ലിങ്കേജ് കിടക്കുന്ന റെഡ് സീയുമായിട്ടാണെന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ ബോർഡറിംഗ് കൺട്രീസ് ഓർക്കണം കേട്ടോ. ബോർഡറിംഗ് കൺട്രീസ് ഒക്കെ ചോദിക്കാം. ജോർദൻ, ദെൻ യമൻ, ഒമാൻ, ദെൻ ഖത്തർ, UAE, ഇറാഖ്. ഓക്കെ, ഇവിടെ ഇത്തരത്തിൽ ബോർഡറിംഗ് കൺട്രീസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുന്നതാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഈ ഒരു പോയിന്റ് കൂടെ, വിച്ച് മീൻസ് നെയ്ബറിംഗ് കൺട്രീസിന്റെ ക്യാപിറ്റൽ സിറ്റീസും കൂടെ നോക്കിയിരിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. കാരണം അത്തരത്തിലും പരീക്ഷകളിൽ പലപ്പോഴും പ്രിലിംസിന് കാണാറുണ്ട്. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ യമന്റെ സന, തന്നെ ഒമാന്റെ മസ്കറ്റ്, അങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ കുറച്ച് രാജ്യങ്ങളിലെങ്കിലും, എല്ലാ രാജ്യങ്ങളുടെയും ക്യാപിറ്റൽ സിറ്റീസ് നമുക്ക് ഒരു പക്ഷേ പഠിക്കാനൊന്നും പറ്റിയേക്കത്തില്ല. അതുകൊണ്ട് കുറച്ചെങ്കിലും രാജ്യങ്ങളിൽ ഈ പറഞ്ഞ പോലെ ക്യാപിറ്റൽ സിറ്റീസും അറിഞ്ഞിരിക്കുകയാണ് നല്ലതായിരിക്കും. എസ്പെഷ്യലി പ്ലേസസ് ഇൻ ന്യൂസിലുള്ള രാജ്യങ്ങളിലെങ്കിലും ക്യാപിറ്റൽ സിറ്റീസ്, വിച്ച് മീൻസ് അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ചോദിച്ചപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ ഭാഗമായിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ദെൻ നമ്മൾ ഇതും കൂടെ അറിഞ്ഞിരിക്കണം. ഇന്ത്യ, കാരണം ഈ ഒരു പോയിന്റ് കൂടെ അറിഞ്ഞെങ്കിലുള്ളൂ എന്തുകൊണ്ട് ഇന്ത്യ സൗദിയുമായിട്ട് ചേർന്നിട്ട് ഗ്ലോബൽ ഓയിൽ മാർക്കറ്റിന്റെ വില നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുന്നുള്ള കാര്യം. ഇന്ത്യ പ്രധാനമായിട്ട് ഇറക്കുമതി ചെയ്യുന്ന ടോപ്പ് 10 ഇമ്പോർട്ടഡ് ഐറ്റംസിൽ പെടുന്ന ഒരെണ്ണമാണ് പെട്രോളിയം. ഫസ്റ്റ് വൺ പെട്രോളിയം, ക്രൂഡ് ഓയിൽ പ്രൊഡക്ട്സ് ഉണ്ട്, ദെൻ കോൾ ഐറ്റംസ് ഉണ്ട്. എന്തിനാണ് കോളും പെട്രോളിയം? കാരണം എനർജി പർപ്പസിനാണ്. പെട്രോളിയം തീർച്ചയായിട്ടും നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമാണ്. കോള് തീർച്ചയായിട്ടും നമ്മുടെ തെർമൽ ഇലക്ട്രിക് പവർ പ്ലാന്റുകളിലേക്ക് ഫ്യൂൽ ആയിട്ട് ഉപയോഗിക്കുന്നതിന് ഭാഗമായിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ വേണ്ടിയിട്ട്. ദെൻ ഇലക്ട്രോണിക് ഗുഡ്സ്, ട്രാൻസ്പോർട്ട് എക്യുപ്മെന്റ്സ്, ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് കെമിക്കൽസ്, പേൾസ്, പ്രഷ്യസ് ആൻഡ് സെമി പ്രഷ്യസ് സ്റ്റോൺസ്, പ്ലാസ്റ്റിക് ആൻഡ് പ്ലാസ്റ്റിക് ആർട്ടിക്കിൾസ്, വെജിറ്റബിൾ ഓയിൽ, ഫെർട്ടിലൈസേഴ്സ്, ക്രൂഡ് ആൻഡ് മാനുഫാക്ചർ, അയൺ ആൻഡ് സ്റ്റീൽ, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ഒരുപാട് വസ്തുക്കൾ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇറക്കുമതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വസ്തു ആയതുകൊണ്ട് തന്നെ അതിന്റെ വില എപ്പോഴും അന്താരാഷ്ട്ര മാർക്കറ്റിൽ അതിന്റെ വില എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇന്ത്യക്ക് കൺസേൺസ് ജനിപ്പിക്കുന്നതാണ്. കാരണം ഇങ്ങനെ പലപ്പോഴും ഓയിലിന്റെ വില ക്രമാതീതമായിട്ട് ഉയരുന്ന സാഹചര്യങ്ങളിൽ ഇന്ത്യയുടെ ബാലൻസ് ഓഫ് പേയ്മെന്റ് നെഗറ്റീവിലേക്ക് പോകാറുണ്ട്. ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ റെസ്റ്റ് ഓഫ് ദി വേൾഡുമായിട്ട് ട്രേഡ് നടത്തി കഴിയുമ്പോൾ നമ്മുടെ ട്രേഡിന്റെ സാഹചര്യം എന്താണ് നമ്മളോട് പറഞ്ഞു നൽകുന്നതാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്. അതിൽ സർപ്ലസ് കിട്ടുന്ന എപ്പോഴായിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പോർട്ട് കൂടുതൽ ചെയ്യുമ്പോഴാണ്. കൺട്രി എക്സ്പോർട്സ് മോർ ദാൻ വാട്ട് ഇറ്റ് ഇമ്പോർട്ട് ഫ്രം അതർ കൺട്രീസ്, ആ രാജ്യത്തിന്റെ ബാലൻസ് ഓഫ് പേയ്മെന്റ് പോസിറ്റീവ് ആയിട്ട് മാറും. പോസിറ്റീവ് ആയിട്ടുള്ള ബാലൻസ് ഓഫ് പേയ്മെന്റ് കിട്ടും. ഈ പോസിറ്റീവ് ആയിട്ടുള്ള ബാലൻസ് ഓഫ് പേയ്മെന്റ് നമുക്ക് നല്ലതാണ്. കാരണം നമുക്ക് ഈ പറഞ്ഞ ഇതിൽ എക്സ്പോർട്ട് കൂടുതൽ ചെയ്യാൻ പറ്റും. അതുവഴി കൂടുതൽ വിദേശ നാണ്യം, ഫോറിൻ കറൻസീസ് നമുക്ക് നേടിയെടുക്കാനായിട്ടൊക്കെ സാധിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങൾ ആ ഒരു സെക്ഷനകത്തുണ്ട്. നേരെ തിരിച്ച് ഇന്ത്യക്ക് മിക്കവാറും ഉണ്ടാകാറെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ എക്സ്പോർട്ട് താരതമ്യേന ഇമ്പോർട്ടിനേക്കാളും കുറവാണ് മിക്ക കേസുകളിലും. എസ്പെഷ്യലി ട്രേഡ് ഓഫ് ഗുഡ്സിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ സർവീസസിൽ മാത്രമാണ് ഇന്ത്യ കൂടുതലായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത്. ബാക്കി ട്രേഡ് ഓഫ് ഗുഡ്സിന്റെ കാര്യത്തിൽ ഇന്ത്യ കൂടുതൽ ഇമ്പോർട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെ കൂടുതലായിട്ടും എക്സ്പോർട്ടിനേക്കാൾ കൂടുതൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെന്റിൽ നെഗറ്റീവ് ഉണ്ടാവും. ബാലൻസ് ഓഫ് പേയ്മെന്റ് നെഗറ്റീവ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഇവിടുന്ന് കറൻസീസ് പുറത്തേക്ക് പോകുന്നതിന് തുല്യമായിട്ട് മാറിയേക്കാം. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവിച്ചു കഴിയുമ്പോഴേക്കുമാണ് ഇന്ത്യൻ റുപ്പി ഒരുപാട് ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരും. ഇന്ത്യൻ റുപ്പി ഡിപ്രീഷിയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒരു ഡോളറിന് 80 രൂപ എന്ന നിലയിൽ നിൽക്കുന്നിടത്ത് നാളെ ഒരു ഡോളറിന് 90 മാറുന്ന സാഹചര്യത്തെയാണ് നമ്മൾ റുപ്പി ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന റുപ്പി ഡിപ്രീസിയേഷൻസ് നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിലെ ഇൻഫ്ലേഷനിലേക്കും വഴിതെളിക്കും. എസ്പെഷ്യലി ക്രൂഡ് ഓയിലിനൊക്കെ വില കൂടുന്ന സമയങ്ങളിൽ നിങ്ങൾ നോക്കിയാൽ മതി, മാർക്കറ്റിൽ കുറച്ച് വൈകാതെ തന്നെ സാധനങ്ങൾക്ക് വില കയറുന്നത് നമുക്ക് കാണാൻ പറ്റും. ബിക്കോസ് ഇന്ത്യയിൽ നമ്മൾ ഗുഡ്സ് ഒക്കെ ആണെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന നമ്മൾ വെഹിക്കിൾസിലൂടെയൊക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഓയിലിന് പ്രൈസ് കൂടുന്ന വെഹിക്കുലർ ചാർജസ്, ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് വർദ്ധിപ്പിക്കും. ആ ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് വർദ്ധിക്കുന്ന ഓട്ടോമാറ്റിക്കലി സാധനങ്ങളുടെ വിലയിലേക്കും അത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും അത് പിന്നീട് കൺസ്യൂമേഴ്സിന് മാർക്കറ്റിലെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ആയിട്ട് അത് ഈ പറഞ്ഞ രീതിയിൽ എന്താ പറയുക അഫക്ട് ചെയ്യപ്പെടുകയും ചെയ്യും. അതുവഴി ഈ പറഞ്ഞ ജനങ്ങളുടെ ആണെങ്കിലും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്, കാരണം അവരുടെ സേവിങ്സ് കുറയും. ചെലവുകൾ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി സേവിങ്സ് കുറയുമല്ലോ. സേവിങ്സ് കുറയുമ്പോൾ അവിടെ പ്രശ്നം വരും, നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം സൗദിയിൽ വിസിറ്റ് ചെയ്തപ്പോൾ പ്രൈം മിനിസ്റ്ററും അതുപോലെ സൗദി ഈ പറഞ്ഞ രീതിയിൽ സൗദിയുടെ പ്രധാനപ്പെട്ട ആളുകളും ചേർന്നിട്ട് ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ അന്താരാഷ്ട്ര മാർക്കറ്റിലെ ഗ്ലോബൽ ഓയിൽ മാർക്കറ്റ്സിലെ വില നിയന്ത്രിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ എടുത്തത്. ബിക്കോസ് സൗദി എന്ന് പറയുന്ന ഒപെക് രാജ്യങ്ങളിലെ ഒരു ഫൗണ്ടിങ് കൺട്രി കൂടിയാണ്. ഒപെക് എന്ന് പറഞ്ഞാൽ ഓയിൽ പ്രൊഡ്യൂസിംഗ് ആൻഡ് എക്സ്പോർട്ടിംഗ് കൺട്രീസ് ആണ്. ആ ഒപെക്കിന്റെ ഒരു ഫൗണ്ടർ കൺട്രി കൂടിയാണ്. ഈവൻ ഒപെക് പ്ലസിലൊക്കെ തന്നെ മെമ്പർ ആയിട്ടുള്ള രാജ്യമാണ് സൗദി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യത്തിന് തീർച്ചയായിട്ടും ലീഡിംഗ് ഓയിൽ എക്സ്പോർട്ടിംഗ് കൺട്രി എന്ന നിലയിൽ ഒരുപാടധികം ഗ്ലോബൽ മാർക്കറ്റിലെ വിലകൾ നിയന്ത്രിക്കാനായിട്ട് അവർക്ക് സാധിച്ചേക്കും. പിന്നെ ഇവിടെ നമ്മൾ സൗദിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ബന്ധങ്ങൾ നോക്കുകയാണെങ്കിൽ എക്കണോമിക്കലായിട്ട് ഒത്തിരി ബന്ധങ്ങൾ നമ്മൾ പറഞ്ഞു. എക്കണോമിക്കലി പറയുവാണെങ്കിൽ ഇപ്പം ക്രൂഡ് ഓയിലൊക്കെയാണ് നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന പ്രധാനപ്പെട്ട മൂന്നാമത്തെ രാജ്യമാണ് സൗദി എന്ന് പറയുന്നത്. ഇനി മറ്റു പല മേഖല നോക്കുകയാണെങ്കിൽ നമ്മൾ കൾച്ചർ പരമായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരുപാടധികം നമ്മൾ ഇന്ത്യയിൽ നിന്നും ഹജ്ജ് തീർത്ഥാടനത്തിന് ആളുകൾ സൗദിയിൽ പോകാറുണ്ട്. അത് കൾച്ചർ പരമായിട്ടുള്ളൊരു ലിങ്കേജ് കൂടിയാണ്. പിന്നെ ഇന്ത്യയുടെ നല്ലൊരു എന്താ പറയാ
ഒരു പോപ്പുലേഷൻ, ഒരു ഡയസ്പോറ നമുക്ക് സൗദിയിലുണ്ട്. ഏകദേശം പറയുവാണെങ്കിൽ 3 മില്യണോളം ആളുകൾ, ഇന്ത്യക്കാര് സൗദിയിൽ പല ജോലികളായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, ഡയസ്പോറസ് നമുക്കുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ട് ഇന്ത്യക്കും സൗദിക്കും ഇടയിൽ ഉണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സൗദി എന്ന് പറയുന്നത് വെസ്റ്റ് ഏഷ്യയിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലീഡർ കൺട്രി കൂടിയാണെന്നുള്ള കാര്യം കരുത്തിൽ ഓർത്തിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് എക്സാം റിലേറ്റഡ് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. Then moving on to third article, experts seek right to pool for informal sector workers എന്നുള്ളതാണ് ആർട്ടിക്കൽ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ലേറ്റസ്റ്റ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഒരു അറിയിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. എബോവ് നോർമൽ മാക്സിമം ടെമ്പറേച്ചേഴ്സ് ആയിരിക്കും ലാർജ് പാർട്സ് ഓഫ് നോർത്ത് വെസ്റ്റ്, സെൻട്രൽ, ഈസ്റ്റേൺ ഇന്ത്യയിൽ ഈ ഏപ്രിലും ജൂണിനും ഇടയിൽ വിറ്റ്നസ് ചെയ്യേണ്ടി വരിക എന്നുള്ളൊരു വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യാൻ പോകുന്ന സംസ്ഥാനങ്ങൾ രാജസ്ഥാൻ, ഗുജറാത്ത്, പഞ്ചാബ്, ഹരിയാന, ഡൽഹി, UP ആൻഡ് വെസ്റ്റേൺ മധ്യപ്രദേശിലുള്ള സ്ഥലങ്ങളാണ് എന്നുള്ള കാര്യം കൂടി റിപ്പോർട്ടിനകത്ത് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിലൂടെ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോർമലി എല്ലാ ആളുകളെയും ഒരുപക്ഷെ ഇത് ബാധിച്ചേക്കത്തില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ആളുകൾ ആരാന്ന് ചോദിച്ചാൽ ഇൻഫോർമൽ സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ബിക്കോസ് ഇൻഫോർമൽ സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഒരു ദിവസം ജോലി ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവരുടെ അന്നത്തെ വരുമാനം അവർക്ക് കിട്ടത്തില്ല. ബിക്കോസ് അവർക്ക് ജോബ് സെക്യൂരിറ്റി ഇല്ലാത്ത ആളുകളാണ് ഇൻഫോർമൽ സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ. ലീവ് ഒരുപക്ഷെ അവർക്ക് കിട്ടിയേക്കത്തില്ല. നോർമലി നമ്മളൊരു ഫോർമൽ സെക്ടർ എന്ന് പറയുമ്പോഴേക്കും ഒരു മാസം ഇത്ര പെയ്ഡ് ലീവുകൾ, അല്ലെങ്കിൽ ഒരു വർഷം ഇത്ര പെയ്ഡ് ലീവുകൾ, മെഡിക്കൽ ലീവുകൾ, ഇങ്ങനെയൊക്കെയുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷേ ഇൻഫോർമൽ സെക്ടേഴ്സിൽ ഇതൊന്നും ഉണ്ടാവില്ല. അന്നത്തെ ദിവസം വർക്കിന് പോയില്ലെങ്കിൽ അവർക്ക് അന്നത്തെ വരുമാനം കിട്ടത്തില്ല. പെയ്ഡ് ലീവോ അല്ലെങ്കിൽ മെഡിക്കൽ ലീവോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ അവർക്ക് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ഇൻഫോർമൽ സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അവരുടെ ഹെൽത്ത് നോക്കാതെ ആയിരിക്കും പലപ്പോഴും വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ അങ്ങനെ ഹെൽത്ത് നോക്കാതെയൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് വളരെ ഫാറ്റൽ ആയിട്ടുള്ള കണ്ടീഷൻസ്, ഈവൻ ഡെത്തിലേക്ക് പോകാനുള്ള ചാൻസുകൾ വളരെ വളരെ കൂടുതൽ. കാരണം സൂര്യാഘാതമൊക്കെ ഏൽക്കുക, അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഈ പറഞ്ഞ വളരെ ഫാറ്റൽ ആയിട്ടുള്ള കണ്ടീഷൻസിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. 2024 പബ്ലിഷ് ചെയ്ത ഗ്രീൻ പീസ് ഇന്ത്യയുടെ റിപ്പോർട്ട് നമ്മൾ ഇവിടെ ഒരു ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഗ്രീൻ പീസ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ വർഷം ഏകദേശം 61% സ്ട്രീറ്റ് വെൻഡേഴ്സിനും അവർക്ക് ഈ ഒരു ചൂട് കാരണം മീൻസ് ഈ സമ്മർ ടൈമിൽ 61% ഇന്ത്യയിലെ സ്ട്രീറ്റ് വർക്കേഴ്സിനും ദേ ലോസ് മോർ ദാൻ 40% ഓഫ് ദെയർ ഡെയിലി ഇൻകം ഡ്യൂറിംഗ് എക്സ്ട്രീം ഹീറ്റ് കണ്ടീഷൻസ്. അതായത് എക്സ്ട്രീം ഹീറ്റ് കാരണം 61% സ്ട്രീറ്റ് വെൻഡേഴ്സിനും അവരുടെ 40%-ഓളം വരുന്ന ഡെയിലി ഇൻകം നഷ്ടമായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇൻകത്തിലൊക്കെ തന്നെ റിഡക്ഷൻ വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം വരുമാനം കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജീവിത നിലവാരം, ജീവിത സാഹചര്യം, ലിവിംഗ് സ്റ്റാൻഡേർഡ് അത് താഴത്തേക്ക് പോകാനായിട്ടുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. അതുവഴി കുടുംബങ്ങളിൽ ദാരിദ്ര്യം, പോവർട്ടിയും ഒക്കെ തന്നെ ഉണ്ടാവാനുള്ള ചാൻസസും കൂടുതലാണ്. ദെൻ ഇത്തരത്തിൽ ഇൻഫോർമൽ സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്ന ആളുകളിൽ 75% ആളുകൾക്കും 75% ലാക്ക് ആക്സസ് ടു കൂളിംഗ് ഇൻഫ്രാസ്ട്രക്ചർ നിയർ ദെയർ വർക്ക് പ്ലേസസ്. അപ്പൊ ഇതൊക്കെ കാരണമാണ് അത് അവരുടെ ആരോഗ്യത്തെ, പറഞ്ഞ ഹെൽത്തിനെ ഒക്കെ തന്നെ നെഗറ്റീവ്ലി ബാധിക്കാനുള്ള ചാൻസുകളും കൂടുതലാണ്. ഇനി നമ്മൾ ഒരുക്കേണ്ട കാര്യമുണ്ട്, ഇതിനകത്ത് ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. വിത്ത് 82% ഓഫ് വർക്കിംഗ് വുമൺ ഇൻ ഇന്ത്യ എൻഗേജ് ഇൻ ഇൻഫോർമൽ സെക്ടറിലാണ്. അപ്പൊ ഇന്ത്യയിൽ തൊഴിൽ ചെയ്യുന്ന സ്ത്രീകളിൽ 82% സ്ത്രീകളും ഇൻഫോർമൽ ലേബർ ആണ് കൂടുതലും ചെയ്യുന്നത്. അപ്പൊ ആ തീർച്ചയായിട്ടും ഈ കണക്കുകളിൽ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ കണക്കിനകത്ത് കൂടുതലും സ്ത്രീകൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ വരുമ്പോഴേക്കും സ്ത്രീകളെ സംബന്ധിച്ച് അവർ ഡ്യുവൽ വർക്കാണ് നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത്. വീടുകളിലെ ജോലികളും ചെയ്യുന്നു, അത് കഴിഞ്ഞ് തൊഴിലിടത്തിലെ ജോലികൾ ചെയ്യുമ്പോഴേക്കും ആ തൊഴിലിടങ്ങളിൽ ഇത്തരത്തിൽ ഈ പറഞ്ഞ രീതിയിൽ ഹീറ്റ് കണ്ടീഷൻസിനെ സർവൈവ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും അവരുടെ ഹെൽത്ത് കൂടുതൽ നെഗറ്റീവിലേക്ക് പോകാനായിട്ടുള്ള ചാൻസുകളും വളരെ കൂടുതലാണ്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടിട്ടാണ് ഇന്ത്യ കൂളിംഗ് ആക്ഷൻ പ്ലാൻ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ 2019 അക്നോളജിൽ കൂളിംഗ് ആസ് എ ഡെവലപ്മെന്റൽ നീഡ് ആയിട്ട് എക്സ്പേർട്സ് പറയുകയുണ്ടായിട്ടുണ്ടായിരുന്നു. ഇതുവഴി പറഞ്ഞാണ് കൂളിംഗ് ഡിസ്പാരിറ്റീസ് മസ്റ്റ് ബി അഡ്രസ്ഡ് ആസ് എ ബേസിക് റൈറ്റ്. കൂളിംഗ് ഡിസ്പാരിറ്റീസ് ഒരു ബേസിക് റൈറ്റ് അണ്ടർ ആർട്ടിക്കിൾ 21 കീഴിൽ കൊണ്ടുവരാൻ സാധിക്കണം. കാരണം ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് റൈറ്റ് ടു ലൈഫ് ആണ്. റൈറ്റ് ടു ലൈഫിന്റെ പേരിലാണ് നമുക്ക് ഒരുപാടധികം എക്സ്പാൻഡ് ചെയ്യപ്പെട്ടുള്ള ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത്. സുപ്രീം കോടതി ഒരുപാട് കേസുകളിൽ അതിന് ഒരുപാടധികം ഫേസസ് നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് എടുത്ത് പറയാവുന്നതാണ് റൈറ്റ് ടു ക്ലീൻ എൻവയോൺമെന്റ് എന്ന് പറയുകയാണെങ്കിൽ. റൈറ്റ് ടു ക്ലീൻ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് നമുക്ക് മലിനീകരണമല്ലാത്ത ഒരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ സാധിക്കുള്ളൂ. അത്തരത്തിൽ നോക്കുവാണെങ്കിൽ ഈ ഇത്തരത്തിൽ ചൂട് കൂടുന്ന ഒരു സാഹചര്യത്തിൽ റൈറ്റ് ടു ഈ പറഞ്ഞ രീതിയിൽ എന്താ പറയാ റൈറ്റ് ടു കൂൾ എന്ന് പറയുന്ന ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് വേണമെങ്കിൽ പരിഗണിക്കേണ്ടി വരും. കാരണം ഈ ചൂട് കാലാവസ്ഥയിൽ നമുക്ക് പുറത്തിറങ്ങി വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് അത്ര നല്ലൊരു കാര്യമല്ല. നല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ റൈറ്റ് ടു ലൈഫിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ഇൻഫോർമൽ സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഈ ചൂടിനെയും വകവയ്ക്കാതെ വർക്ക് എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അവരുടെ തൊഴിൽ നൽകുന്ന എംപ്ലോയറിനോട് പറയാണ് ഇന്ന് ഉച്ച കഴിഞ്ഞ് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, ലീവ് വേണം എന്ന് പറയുമ്പോഴേക്കും ചിലപ്പോൾ ആ എംപ്ലോയർ അവരെ ആ ജോലി സ്ഥലത്ത് നിന്ന് പിരിച്ചുവിടാനായിട്ടുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. കാരണം അത്തരത്തിലുള്ള
അങ്ങനെയുള്ള ആളുകളാണ് ഇൻഫോർമൽ സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്നത്. അല്ലാതെ ഈ പറഞ്ഞ രീതിയിൽ ഉച്ചയ്ക്ക് നിങ്ങൾ വർക്ക് ചെയ്യേണ്ട, വേജസ് ഞാൻ തന്നോളാം എന്ന് പറയുന്ന ആളുകൾ അപൂർവമായിരിക്കും എംപ്ലോയേഴ്സ് ഇൻഫോർമൽ സെക്ടേഴ്സിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഗവൺമെന്റ് ഇടപെട്ടിട്ട്, ഇവിടെ എക്സ്പെർട്സ് പറയുന്ന കാര്യമാണ്, ഗവൺമെന്റ് ഇടപെട്ട് ഒരു ഗവേണൻസ് രീതിയിൽ പോളിസീസ് കൊണ്ടുവരാൻ സാധിക്കണം. എസ്പെഷ്യലി ഇങ്ങനെയുള്ള ചൂട് കാലാവസ്ഥ കണ്ടീഷനുകളിൽ, എസ്പെഷ്യലി ആഫ്റ്റർനൂൺ ടൈം പീരീഡിലെങ്കിലും ആളുകൾക്ക് പുറത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക്, ഉദാഹരണം സ്ട്രീറ്റ് വെൻഡേഴ്സ് ആകാം, അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാകാം, ഇങ്ങനെയുള്ള ആളുകൾക്ക് ചൂട് കാലാവസ്ഥയിൽ നിന്നും അവർക്ക് ആ ഒരു ഹീറ്റ് കണ്ടീഷൻസിൽ ഒരു പെയ്ഡ് ലീവ് പോലെ, അല്ലെങ്കിൽ ടൈമിംഗ് മാറ്റുക. ഇപ്പോൾ ഉദാഹരണത്തിന് വൈകുന്നേരം ആ ഒരു ചൂട് സമയം കഴിഞ്ഞതിന് ശേഷം അവരുടെ ആ ഒരു വർക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യം ഒരുക്കാം. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ, അതായത് ദീസ് ഇൻക്ലൂഡ് ഇൻസ്റ്റാളിംഗ് ഷെയ്ഡഡ് കനോപ്പീസ് മെയ്ഡ് ഓഫ് ഹീറ്റ് റിഫ്ലക്റ്റീവ് മെറ്റീരിയൽസ്, അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ തൊഴിലിടങ്ങളിൽ ഉണ്ടാക്കി കൊടുക്കണം. സെറ്റിംഗ് ഓഫ് ഫ്രീ വാട്ടർ ATMs നിയർ ലേബർ ഹബ്സ് ടു എൻഷുർ ഹൈഡ്രേഷൻ, അവർക്ക് ആവശ്യമുള്ള വെള്ളം കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാക്കാനായിട്ട്. ഡിപ്ലോയിങ് മൊബൈൽ കൂളിംഗ് സ്റ്റേഷൻ സെക്യൂർഡ് വിത്ത് ഫാൻസ് ആൻഡ് ബേസിക് ഫസ്റ്റ് എയ്ഡ് ഫെസിലിറ്റീസ് ഉള്ള മൊബൈൽ കൂളിംഗ് സ്റ്റേഷൻസുകൾ, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള പോളിസീസ് ഗവൺമെന്റ് ഇടപെട്ട് നിർമ്മിക്കണം എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിൾ എക്സ്പേർട്സ് പറയുന്നത്. എനിവേ റൈറ്റ് ടു കൂൾ എന്ന് പറയുന്നത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ റൈറ്റ് ടു ലൈഫിന് അണ്ടറിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കണം. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. ദെൻ ലാസ്റ്റ് ടോപ്പിക്കാണ്, ഇതൊരു കുറച്ചുകൂടെ ഫിലിംസിന്റെ ഒരു പെർസ്പെക്റ്റിലാണ്, എയർ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട്. ഇവിടെ ഞാൻ പറഞ്ഞു ഈ ഒരു ടോപ്പിക്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് ഈ എയർ പൊല്യൂഷൻസ് പ്രധാനമായിട്ട് എമിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അത് നമുക്ക് ഫിലിംസിന് ആവശ്യമായിട്ട് മാറിയേക്കാം. എസ്പെഷ്യലി ഇവിടെ കണ്ട ചാർട്ട് 1, അത് സൾഫർ ഡയോക്സൈഡ് പ്രധാനമായിട്ട് ഇന്ത്യയിൽ എമിറ്റ് ചെയ്യുന്ന മേഖല ഏതാണ്? എനർജി സെക്ടർ. അപ്പൊ എനർജി സെക്ടറിനകത്ത് ഈ പറഞ്ഞ നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ കോൾ പവർ പ്ലാന്റുകളൊക്കെ ഉണ്ട്. ഇവിടങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സൾഫർ ഡയോക്സൈഡ് എമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ സൾഫർ ഡയോക്സൈഡ് ഏറ്റവും പ്രധാനമായിട്ട് എമിറ്റ് ചെയ്യുന്ന ഇവിടുന്നാണ് ഇന്ത്യയിൽ എനർജി സെക്ടറിൽ. പിന്നെ അത് ഇൻഡസ്ട്രി, ബിൽഡിംഗ്സ്, ഷിപ്പിംഗ്, ട്രാൻസ്പോർട്ട്, വേസ്റ്റ്, അഗ്രികൾച്ചർ, ഡൊമസ്റ്റിക് ഏവിയേഷൻ ആൻഡ് സോൾവെന്റ്സ്, അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ആദ്യത്തെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എനർജി മേഖലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ സൾഫർ ഡയോക്സൈഡ് ഇമിറ്റ് ചെയ്യപ്പെടുന്നത്. ഇനി അതേപോലെ തന്നെ അടുത്ത നൈട്രജൻ ഓക്സൈഡ്സ് പ്രധാനപ്പെട്ട് എവിടുന്നാണ് വരുന്നത്? ട്രാൻസ്പോർട്ട് മേഖലയിൽ വെഹിക്കുലർ എമിഷൻസ് എന്നാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് എനർജി ഇൻഡസ്ട്രി ഒക്കെ വരുന്നുണ്ട്. ദെൻ ബ്ലാക്ക് കാർബൺ പ്രധാനമായിട്ട് എമിറ്റ് ചെയ്യുന്ന ബിൽഡിംഗ്സ് നിന്നാണ് ബ്ലാക്ക് കാർബൺ ഈ പറഞ്ഞതിൽ പ്രധാനമായിട്ട് എമിറ്റ് ചെയ്യുന്നത്. മീതെയിൻ PYQ ആണ്, പണ്ട് UPSC ചോദിച്ചതാണ്. മീതെയിൻ പ്രധാനമായിട്ട് എമിറ്റ് ചെയ്യുന്ന എവിടുന്നാണെങ്കിൽ അഗ്രികൾച്ചർ ആണ്, എസ്പെഷ്യലി പാഡി, റൈസ് കൾട്ടിവേഷൻ എന്നൊക്കെ തന്നെ ഒരുപാട് എമിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ കൗഡങ്സ് നിന്ന് ഒരുപാട് എമിറ്റ് ചെയ്യുന്നുണ്ട്. സോ അഗ്രികൾച്ചർ മേഖലയിൽ നിന്നാണ് മീതെയിൻ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ എമിറ്റ് ചെയ്യപ്പെടുന്നത്. മീതെയിൻ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ കാര്യമാണ് നമുക്കറിയാം. എനിവേ മീതെയിൻ ഏറ്റവും കൂടുതൽ എമിറ്റ് ചെയ്യുന്ന അഗ്രികൾച്ചർ മേഖലയിൽ നിന്നാണ്. പിന്നെ വേസ്റ്റ് മേഖലകൾ, എനർജി, ബിൽഡിംഗ്സ്, അങ്ങനെ പോകുന്നു. ഫസ്റ്റ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, അഗ്രികൾച്ചർ ആണ്. ദെൻ അമോണിയ ഏറ്റവും പ്രധാനമായിട്ട് ഇന്ത്യയിൽ എമിറ്റ് ചെയ്യുന്നതും അഗ്രികൾച്ചർ ആണ്. ഫെർട്ടിലൈസേഴ്സിന്റെ ഒക്കെ ഉപയോഗം, അമിതമായിട്ടുള്ള ഉപയോഗം മൂലം. ദെൻ നോൺ മീതെയിൻ വോളറ്റൈൽ ഉള്ള ഓർഗാനിക് കമ്പൗണ്ട്സ് കൂടുതൽ എമിറ്റ് ചെയ്യുന്ന ബിൽഡിംഗ്സ് നിന്നാണ്. എനിവേ ഏതൊക്കെ നമുക്ക് ഒന്നുകൂടെ നോക്കാം. സൾഫർ ഡയോക്സൈഡ് കൂടുതൽ എമിറ്റ് ചെയ്യുന്ന എനർജി സെക്ടറിൽ നിന്ന്. ദെൻ നൈട്രജൻ ഓക്സൈഡ്സ് ട്രാൻസ്പോർട്ട്, ബ്ലാക്ക് കാർബൺ ബിൽഡിംഗ്സും, മീതെയിൻ അഗ്രികൾച്ചർ, ദെൻ അമോണിയ വീണ്ടും അഗ്രികൾച്ചർ, ദെൻ നോൺ മീതെയിൻ വോളറ്റൈൽ ഓർഗാനിക് കമ്പൗണ്ട്സ് ബിൽഡിംഗ്സ് എന്നാണ് കൂടുതൽ എമിറ്റ് ചെയ്യുന്നത്. കാരണം ഇത് എന്തുകൊണ്ട് പഠിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആവറേജ് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് മരണം അടയുന്ന ഒരു കാര്യം ഈ ഒരു എയർ പൊല്യൂഷൻ തന്നെയാണ്. 2021 മാത്രം 1.05 മില്യൺ ഡെത്തുകളാണ്, ഏകദേശം 10 ലക്ഷം ആളുകളാണ്, 10 ലക്ഷം ആളുകളാണ് ഇന്ത്യയിൽ ഹൗസ് ഹോൾഡ് എയർ പൊല്യൂഷൻ മൂലം മരണം അടഞ്ഞത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ആ ഒരു ആർട്ടിക്കിൾ പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ ചാർട്ടിലുള്ള ഒരു പോയിന്റ്സ് കൃത്യമായിട്ട് എല്ലാവരും ഓർത്ത് വെച്ചേക്കാം. ദെൻ ലാസ്റ്റ് നമുക്ക് ആ ഒരു മാപ്പിംഗ് ആണ്. സ്ട്രേറ്റ് ഓഫ് മഗല്ലൻ ശരിക്കും സൗത്ത് അമേരിക്കൻ കോണ്ടിനെന്റ്, സൗത്ത് അമേരിക്കൻ നിയർ ചിലിയുമായിട്ട് സമീപത്തുള്ളതാണ് ഈ സ്ട്രേറ്റ് ഓഫ് മഗല്ലൻ. ഇവിടെ കാണാൻ സാധിക്കും. ഇതാണ് സ്ട്രേറ്റ് ഓഫ് മഗല്ലൻ. സ്ട്രേറ്റ് ആയിട്ട് കിടക്കുന്നല്ല, എന്നാലും ഈ പറഞ്ഞത് സ്ട്രേറ്റ് ഓഫ് മഗല്ലൻ. സ്ട്രേറ്റ് ഓഫ് നാരോ പാസേജ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കണക്ട് ചെയ്യുന്ന ലെഫ്റ്റ് സൈഡിൽ പസഫിക് ഓഷൻ ആണ്, റൈറ്റ് സൈഡിൽ അറ്റ്ലാന്റിക് ഓഷൻ ആണ്. അപ്പോൾ സ്ട്രേറ്റ് ഓഫ് മഗല്ലൻ ഇസ് എ നാരോ സ്ട്രേറ്റ് കണക്ടിങ് പസഫിക് ഓഷൻ ടു അറ്റ്ലാന്റിക് ഓഷൻ ആണ്. അപ്പോൾ പസഫിക് ഓഷനെയും അറ്റ്ലാന്റിക് ഓഷനെയും കണക്ട് ചെയ്യുന്ന നിയർ ടു ചിലി സിറ്റുവേറ്റ് ചെയ്യുന്ന സ്ട്രേറ്റ് ആണ് സ്ട്രേറ്റ് ഓഫ് മഗല്ലൻ എന്നുള്ള കാര്യം നോക്കാം. നിയർ സദേൺ ചിലി along southern edges of South American continent links Atlantic and Pacific Ocean. And ഈ ഒരു സ്ട്രേറ്റ് ഓഫ് മഗല്ലൻ എന്നുള്ള പേര് ഇടാൻ കാരണം എന്തറിയാം? പോർച്ചുഗീസ് അഡ്വഞ്ചർ ആയിരുന്ന ഫെർഡിനാൻഡ് മഗല്ലൻ ആണ് ഫസ്റ്റ് എക്സ്പ്ലോറർ ടു സർക്കംഫറൻസ് ദ ഗ്ലോബ്. ഫസ്റ്റ് എക്സ്പ്ലോറർ ടു സർക്കംഫറേറ്റ് ദ ഗ്ലോബ് ആരാണ്? ഫെർഡിനാൻഡ് മഗല്ലൻ ആണ്. അദ്ദേഹത്തിന്റെ ഒരു ഇതിന്റെ പേരിലാണ് ഈ ഒരു സ്ട്രേറ്റ് ഓഫ് മഗല്ലൻ എന്നുള്ള പേര് കൊടുത്തിരിക്കുന്ന കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക കേട്ടോ. സ്ട്രേറ്റ് ഓഫ് മഗല്ലൻ പരീക്ഷയിൽ ചോദിക്കാം. നാരോ പാസേജ് കണക്ട് ഏതൊക്കെ തമ്മിലാണ്? പസഫിക് ഓഷനും അറ്റ്ലാന്റിക് ഓഷനും നിയർ ടു സദേൺ ചിലിയാണ്, സൗത്ത് അമേരിക്കയിലാണ് ആ കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ആ ഒരു മാപ്പിങ്ങിനെത്തുന്നത്. സോ അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവരും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.